നിനക്ക് വേണം വലിങ്ങേറി വന്നേക്കുന്ന അങ്ങോട്ട് എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. നീ കിടന്നു നീ നരകിച്ച് ചാവടാ നീ. എന്താ എന്താ ഇവിടെ? ഞാൻ ഉപദേശിനോടൊപ്പം ഞാൻ ഒന്ന് കാണാമെന്ന. ഇവിടെ നല്ല അടി നടക്കുന്നു തോന്നുന്നു. ചേട്ടത്തി മിക്കവാറും ചേട്ടനെ തട്ടും. ഇയാളുടെ ഉപദേശം കേട്ട് നാട്ടുകാർ മൊത്തം മുങ്ങി നടക്കുക. അപ്പൊ നീ എന്തിനാ അയാളുടെ വായിലേക്ക് ചെന്ന് ചാടി കൊടുക്കണം? പിന്നെ പുള്ള പരമ ചറ്റകളുടെ ഒക്കെ തനി പോണം ഞാൻ വെളിയിലോട്ട് കൊണ്ടുവരും. നിന്നെ എന്നെ ചവിട്ടിയല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാടി ഒരുമ്പട്ടോളെ. ആ നിങ്ങളെന്നെ പിള്ളേരെ ഇവിടെ ഞങ്ങള് വെറുതെ ഇതിലേ പോകും. പൂച്ച അടുക്കളയിലെ അലമാര മറിച്ചിട്ട് പാത്രങ്ങളൊക്കെ താഴ്ത്തു വീണു. അതാണ് ഇവിടെ ബഹളം. പൂച്ചയോ? എന്നിട്ട് ചേച്ചി പല പ്രാവശ്യം പട്ടിന്ന് വിളിക്കണ കേട്ടല്ലോ. അതെ, അപ്പോ പൂച്ചയല്ലേ കുറ്റം ചെയ്തത്? പട്ടി നിരപരാധിയല്ലേ? ആ അതെന്നെ. അല്ല അവൾക്ക് ദേഷ്യം വന്ന പൂച്ചേനൊക്കെ കയറി പട്ടിയെന്നൊക്കെ വിളിച്ചു കളയും. അല്ല നീ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നാ മതി, ഒരു കല്യാണം കഴിക്കണ്ടേ? ആ ബെസ്റ്റ്. എടാ മക്കളെ, നിങ്ങൾ ഈ പ്രായത്തിൽ ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരു മനുഷ്യനും കാണില്ല. നല്ല പ്രായത്തിൽ നിങ്ങൾക്കൊരു പെണ്ണ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അധോഗതിയാണ്. നീയൊക്കെ എവിടെയെങ്കിലും ഒരു പെണ്ണൊക്കെ കെട്ടി ജീവിക്കാനുള്ള പരിപാടി മക്കളെ. പരാധീനങ്ങളൊക്കെ ആയിട്ട് ജീവിക്കേണ്ടതിനെ കുറിച്ച്